നിങ്ങളുടെ സ്ഥായിഭാവമെന്നോ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്താലും പെട്ടെന്ന് കുറ്റബോധം വരുന്നു, എപ്പോഴും നാണം തോന്നുന്നു, ഫുൾ ടൈം നിങ്ങൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഫ്രീക്വൻസി വളരെ ചെറുതാണ്, വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ആഗ്രഹിക്കുന്ന പോലെ, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ഇല്ലാതെ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, ഒരു സ്റ്റേജിന് അവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മളെപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഇമോഷണൽ ഫ്രീക്വൻസി ചാർട്ട് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് തനിയെ പെർഫോം ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് ഏത് ഇമോഷനാണ് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ, നമുക്കെല്ലാം ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ തൊട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നതും. സോ ഈ ഒരു ചാർട്ട് നോക്കുക, നിങ്ങൾ സ്വയമേ അനലൈസ് ചെയ്യുക, നിങ്ങൾ എവിടെയാണ്, ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം, എന്തൊക്കെ നിങ്ങൾക്ക് നേടണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ, തീരുമാനിക്കാൻ, അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനും.